Pleasure to have your company. Pinga? Pingo? ചക്കരെ വാ, നമുക്ക് തുലിപ്പ് കാണാൻ പോകണ്ടേ? എണീക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹൈവേ വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഗതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന അമേരിക്ക എന്നുള്ള വിശേഷങ്ങളല്ലേ, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നത് കാനഡ എന്നുള്ളൊരു അടിപൊളി വിശേഷമാണ്. വേറൊന്നുമല്ല, സ്പ്രിങ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നോർത്ത് അമേരിക്ക മാത്രമല്ല യൂറോപ്പിലും എല്ലാം ഉള്ള ഒരു മേജർ അട്രാക്ഷനാണ്. പല രീതിയിലുള്ള ഫ്ലവേഴ്സ് പൂത്തിട്ട് അതെല്ലാം കാണാൻ പോകുന്ന ഒരു സെറ്റപ്പ്. ഇപ്പോൾ ചെറി ബ്ലോസ് ആവട്ടെ, തൂലിപ്പ് ആവട്ടെ, അങ്ങനെ മറ്റു പലതും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൂലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈയിടെ നമ്മുടെ ദിലീപേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ കാനഡ റൊമാൻറ്റിക്കാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കാനഡ റൊമാൻറ്റിക്കാണ്. നമുക്ക് കാനഡയുടെ അങ്ങനത്തെ ചില റൊമാൻറ്റിക് കാഴ്ചകളിലേക്ക് ഇന്ന് പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര ഫാമിലി ആയിട്ടാണ് കേട്ടോ. നമ്മൾ രാവിലെ വെളുപ്പിനെ തന്നെ പോകണം. 9 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻ്റ് എല്ലാം ബുക്ക് ചെയ്തേക്കുന്നത്. പിങ്കി മോൻ പുറകെ കയറി നീനൂസ് എത്തിക്കഴിഞ്ഞു. നീനൂസ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. രാവിലെ നമ്മൾ ഒരു ഇച്ചിരി താമസിച്ചു. നമ്മുടെ നീനൂസ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇച്ചിരി താമസിച്ചു. അപ്പോൾ നമ്മൾ 9 മണിക്കാണ് നമ്മുടെ സ്ലോട്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നയാഗ്ര ഓൺ ദ ലേക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ഇങ്ങനെ ഫോർട്ടൺ എന്ന് പറയുന്ന ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴിക്ക് വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് പ്രീതിയും പ്രജിത്തും ഒരു കാറിൽ അവരും കൂടെ ജോയിൻ ആയിട്ടുണ്ട്. നമ്മൾ അവരും കൂടെ ആയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പുറകിൽ അവരുടെ കാറിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ വിശേഷങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, കാരണം നമ്മൾ റണ്ണിങ് ലേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നീനുസേ, കഴിഞ്ഞ ദിവസം ഇന്ത്യാനെ വെച്ച് തന്നെ പോലീസ് പുൾ ഓവർ ചെയ്തു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം US ഇപ്പം പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അതുകൂടാതെ ഈ ട്രക്കിങ്ങിൽ മറ്റേ ഇമിഗ്രൻ്റ് ഡ്രൈവേഴ്സ് ഇഷ്ടം പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് അവരൊരു, അതായത് ട്രക്ക് ഡ്രൈവേഴ്സിന് ഇംഗ്ലീഷിൻ്റെ നോളജ് എന്തായാലും വേണം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി ടൈറ്റാക്കി. മനസ്സിലായി? അതായത് അത് എല്ലാവരും ചെക്ക് ചെയ്യും. അതായത് ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ നിർബന്ധമാക്കി. അതായത് ട്രക്ക് ഓടിക്കാൻ അറിയുന്ന ആൾ അല്ല, ട്രക്ക് ഓടിക്കുന്നവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും എല്ലാം അറിഞ്ഞിരിക്കണം, തിരിച്ച് സംസാരിക്കാനും എല്ലാം അറിഞ്ഞിരിക്കണം. ഇൻസിഡന്റിനെ പ്രതി എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടുത്തെ ട്രാഫിക് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇവിടെ അറിയാലോ, നമുക്കിപ്പോൾ റോഡിലല്ല എല്ലായിടത്തും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന റോഡ് സൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം പല അപകടങ്ങളും ഈ പ്രത്യേകിച്ച് മെക്സിക്കൻസ് കിട്ടും, നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യമല്ല പറയുന്നത്. കാരണം ഇന്ത്യക്കാരെല്ലാം സ്കിൽഡ് ഇമിഗ്രേഷനിൽ എല്ലാവരും പ്രോപ്പറായിട്ട് വന്ന് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് ഇവിടെ എന്നുള്ളതാണ് ഒരു 90% വെപ്പ്. പക്ഷേ ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ ഉള്ളവർ അവർ സ്പാനിഷ് മാത്രമേ അറിയാവുള്ളൂ. അവർക്കിപ്പോൾ പോലീസ് പിടിച്ചാലോ അല്ലെ സയൻസ് ഒക്കെ ഉള്ള എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായി? പിന്നെ അത് കൂടാതെ അവർക്ക് ഇതൊരു ലൂപ്പ് ഹോളും കൂടെയാണ് ഇല്ലീഗലായിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് അമേരിക്കയിൽ സ്കിൽഡ് ഇമിഗ്രേഷൻ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ പിന്നെ നാച്ചുറലി സ്കിൽഡ് ഇമിഗ്രേഷൻ്റെ കാറ്റഗറിയിൽ ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. എന്നാലാണല്ലോ അത് വൺ ഓഫ് ദ കാറ്റഗറീസ് ആണല്ലോ ഇംഗ്ലീഷ് നോളജിന്റെ അറിവ്. അപ്പൊ നമ്മള് ഇങ്ങനെ പോലീസിൽ പിടിച്ചു കഴിഞ്ഞാൽ സൈഡിലോട്ട് നിർത്തി കഴിഞ്ഞ് ചോദിക്കുമ്പം ഈ CBR വണ്ടിയുടെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും ചോദിക്കും. ഇതെല്ലാം അവർ ഇംഗ്ലീഷ് നമ്മളോട് പല വിധത്തിൽ ചോദ്യങ്ങൾ തിരിച്ചു മറിച്ച് അതും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കറക്റ്റ് ആയിട്ടല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യാനയിൽ പോലീസ് പുൾ ഓവർ ചെയ്തു. അപ്പോൾ ഞാൻ മിററിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോന്ന്.
കാരണം ഇതിനു മുമ്പ് ഇലിനോയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ റാൻഡമായിട്ട് പുൾ ഓവർ ചെയ്തായിരുന്നു. അപ്പം അന്നുപോലെ അറിയാം, ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ചെക്കിംഗ് ഉള്ള ഏരിയ ആണ്, മിഷിഗൺ, ഇൻഡ്യാന, ഇലിനോയ് ഒക്കെ. അപ്പം എന്തായാലും പോലീസിനെയും കൂടെ കണ്ടതുകൊണ്ട് ഞാൻ കറക്റ്റ് നമ്മുടെ സ്പീഡ് ലിമിറ്റ് എല്ലാം പാലിച്ച് ലൈൻ്റെ അകത്ത് വളരെ സൂക്ഷിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ഇപ്പോൾ കുറേ നേരം പുള്ളി നമ്മളെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ വന്ന് ഒരു സമയത്തിപ്പോഴത്തേക്കും പുള്ളി പെട്ടെന്ന് നമ്മുടെ ലൈനിൽ കയറി വന്ന് നമ്മളെ ലൈറ്റ് ഇട്ടു. എനിക്ക് മനസ്സിലായത് റാൻഡം ചെക്കിംഗ് ആണ്. ഈ റാൻഡം ചെക്കിങ്ങിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇവര് കാരണം ഇതെല്ലാം ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ ഇല്ലീഗൽ ആണോ എന്നൊക്കെ അറിയാമെന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ അതിപ്പോ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ നീ ഇല്ലീഗൽ ആണോ നോക്കാൻ വന്നതാണെന്നുള്ളത്. മനസ്സിലായോ? അത് ഇപ്പൊ റേഷ്യലി പ്രൊഫൈൽ ചെയ്തു അല്ല മറ്റേ പല രീതിയിൽ നമുക്ക് പറയാമല്ലോ. അപ്പൊ ഇവര് വന്നിട്ട് നമ്മളോട് പറയും അത് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, പക്ഷെ നിങ്ങൾ ഒരു 2 മൈൽ സ്പീഡിൽ കൂടിപ്പോയി അല്ലെങ്കിൽ 3 മൈൽ സ്പീഡിൽ കൂടിപ്പോയി, കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ ജസ്റ്റ് ഒരു വാണിംഗ് മാത്രമേ തരുന്നുള്ളൂ, ഒരു വിഷയമല്ല, ഇത്ര അങ്ങ് പറയും. ഇല്ല, വാണിങ്ങിന് ഇൻഷുറൻസ് ഇല്ല, ഒരു ബന്ധവും ഇല്ല. പക്ഷെ അതൊരു വാണിങ്ങാ, മനസ്സിലായി? നമുക്ക് 2 വാണിംഗ് കിട്ടിയാൽ അതൊരു വയലേഷൻ ആയിട്ട് കൂട്ടും. ഇപ്പൊ വാണിംഗ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂഫാണ് അവർ ഇത്ര പേരെ പുൾ ഓവർ ചെയ്ത് ചെക്ക് ചെയ്തു എന്ന് അവരുടെ മുകളിലോട്ട്. പക്ഷേ ഈ 2 മൈലിനൊക്കെ വാണിംഗ് തന്നാ പിന്നെ ഒരാളും കൂടെ 2 മൈൽ നമുക്ക് തന്നാൽ നമുക്കത് പ്രശ്നമാകത്തില്ലേ? പ്രശ്നമാവും. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഇലിനോയില് എനിക്ക് ആകെ കൂടി ഞാൻ ഇത്രയും നാള് വണ്ടി ഓടിച്ചിട്ടു ഒരേ ഒരു വയലേഷനാണ് ഇപ്പൊ ഡ്രൈവിംഗിൽ എനിക്ക് ഈ ഒരു ഇത് കിട്ടിയ വയലേഷൻ അല്ല, വാണിംഗ്. ഇലിനോയില് അന്നും അവർ ഇതുപോലെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇതുപോലെ സെയിം താനം പറഞ്ഞു. ഞാൻ അന്ന് സ്പീഡ് ലിമിറ്റ് പോസ്റ്റ് ചെയ്തതിനേക്കാൾ 2 മൈൽ സ്പീഡിലാണ് പോണത്, പക്ഷെ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതിപ്പോ ഇവിടുത്തെ റൂൾ, ഇലിനോയിലെ റൂള് വാണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ റാൻഡം പുൾ ഓവർ ചെയ്ത് ചെക്ക് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമാണെന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും അത് ശരിയാ. ഓക്കെ, എന്നാൽ വാണിംഗ് തന്നോ, എനിക്ക് ഒരു എങ്ങും കാരണം നമ്മുടെ ഇൻഷുറൻസിലൊന്നും അഫക്റ്റ് ആവുന്നില്ലല്ലോ, ഓക്കെ എന്നും പറഞ്ഞ് ഞാനത് മേടിച്ച് ഞാൻ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്ന് നമ്മുടെ കമ്പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനിക്കാരൻ എന്നാ പറഞ്ഞേ, അത് ഇപ്പോൾ വാണിംഗ് ആണെങ്കിലും വിഷയമൊന്നുമില്ല, എന്തായാലും നമ്മുടെ പേയ്മെന്റിൽ നിന്നുള്ള ഇത് കട്ട് ചെയ്യും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ അങ്ങനെയൊക്കെയാണ് റൂൾ എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വാണിംഗ് കിട്ടിയ ഡ്രൈവറാന്നുള്ള ഒരു സാധനം ഇൻഷുറൻസ്. കാരണം ഇപ്പോൾ നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ എല്ലാ ട്രക്കുകളും ഒറ്റ ഇതിലല്ലേ ഇൻഷുർ ചെയ്തേക്കുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മുടെ പേയ്മെന്റിൽ നിന്ന് അത് കട്ട് ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും അന്ന് നമ്മൾ കമ്പനി വഴക്കുണ്ടാക്കി നമ്മുടെ പേയ്മെന്റ് മാറി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവർ വാണിംഗ് തന്ന് ഒഴിവായാലും നമ്മുടെ പേയ്മെന്റിൽ അത് കട്ടാവും എന്നുള്ള, അല്ലാതെ റെക്കോർഡിൽ കിടക്കൂലടാ. പക്ഷെ നമ്മുടെ കമ്പനിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലെങ്കിൽ ഇട്ടിട്ട് പോകോളാൻ പറഞ്ഞാൽ വേറെ ജോലിക്ക് പോകണ്ടേ? ഞങ്ങൾ ഇനി പൈസ തരൂലെന്ന് പറഞ്ഞാൽ തരൂല, ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനോട് നമുക്ക് ആർഗ്യൂ ചെയ്യേണ്ട വന്നു. ഞാൻ എന്നിട്ട് പോലീസുകാരനോട് ഒത്തിരി വഴക്കുണ്ട്. കാരണം എനിക്ക് തുടക്കം തന്നെ മുതലേ മനസ്സിലായി പുള്ളി ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് നോളജിന്റെ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറയുന്നതിന്റെ സാധനം തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്നു, പല രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നു, ഇതുമായിട്ട് റെലവൻ്റ് അല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് പുള്ളി ചോദിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ല അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കൺഫ്യൂഷൻ ആക്കാൻ നോക്കുന്നു. ഇതൊക്കെ അതൊന്നും നമുക്കൊരു വിഷയമല്ല. എനിക്കങ്ങ് ആ സമയത്ത് എന്താ, കാരണം ഞാൻ വയലേഷൻ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് എന്നോട് പറയാ നൈസായിട്ട്, ഓക്കെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 65 പക്ഷെ നീ ആ ഇറങ്ങിയപ്പോഴത്തേക്ക് 69 പോയി, കുഴപ്പമില്ല, നോ പ്രോബ്ലം, അത് ഐ അണ്ടർസ്റ്റാൻഡ്, അതായത് ചില സമയത്ത് സംഭവിക്കും, ജസ്റ്റ് ഒരു വാണിംഗ് മാത്രം തന്നേക്കാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാർ എന്നെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ മോണിറ്റർ ചെയ്തോണ്ടാവുന്നേ. ഞാൻ ലിറ്ററലി തർക്കിക്ക് വേണ്ടി എന്നിട്ട് ഞാൻ ഇന്ത്യാന പോലീസല്ലേ, അമേരിക്കൻ പോലീസ്, പക്ഷെ എനിക്കിത് പോയി 6 മാസത്തേക്ക് എൻ്റെ 2 സെന്റ് വെച്ച് സേഫ്റ്റി ബോണസ് കട്ടിക്കൂലേ ഇയാളുടെ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആർഗ്യൂ ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ സാറ് ക്ഷമിക്കണം, പക്ഷെ കറന്റ് ട്രക്ക് ഡ്രൈവേഴ്സ് എല്ലാം സഫർ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ഇൻഡസ്ട്രി തകർന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ പൈസ ഇല്ലാണ്ട് കിടന്ന് വിഷമിക്കുക, എൻ്റെ വീട് ഞാൻ വിൽക്കാൻ വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് സാറിപ്പം എന്നാ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, എൻ്റെ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മിററിൽ പണ്ട് മുതൽ അവിടെ നിന്നേ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്പീഡ് മോണിറ്റർ ചെയ്തുകൊണ്ടും തന്നെയല്ല, ഞങ്ങളുടെ ഒണ്ടാറിയോ ട്രക്കുകൾ 65 ഞങ്ങൾക്ക് സ്പീഡ് ഗവർണറും ഉണ്ട്, 65 മുകളിൽ പോയിട്ടില്ല. സാറ് പറഞ്ഞ് 69 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പ്രൂഫ് കാണിച്ചേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ പറയണത്. സാറ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അത്രയ്ക്ക് വിഷമിച്ചിരിക്കുക സാറ്. അതേ പുള്ളി പറഞ്ഞു, ഡോണ്ട് വറി ഇറ്റ്സ് നോട്ട് ഗോണ കം ഇൻ യുവർ റെക്കോർഡ്സ്, ഡോണ്ട് വറി, ഇതുപോലെ നിങ്ങളുടെ ഇൻഷുറൻസിനെ ഒന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു സാറ് ഇൻഷുറൻസിനെ ബാധിക്കണ്ട, എനിക്ക് ഇന്നോലെ ഒരു വാണിംഗ് കിട്ടിയെന്ന് എൻ്റെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സേഫ്റ്റി ബോണസ് കട്ട് ചെയ്യും, അവർക്ക് അങ്ങനെ ഇൻഷുറൻസ് വന്നോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, നിനക്ക് വാണിംഗ് കിട്ടിയോ എന്നുള്ളത് നോക്ക്. നോ യു ഡോണ്ട് ഹാവ് ടു ടെൽ യുവർ കമ്പനി. ഞാൻ പറഞ്ഞു നോ ഐ എം ട്രൂത്ത്ഫുൾ, ഐ വിൽ ടെൽ മൈ കമ്പനി ഇഫ് ഐ ഗെറ്റ് എ വാണിംഗ്. കാരണം ഐ എം ട്രൂത്ത്ഫുൾ, എനിക്ക് ട്രൂത്ത്ഫുൾ ആയിരുന്നില്ല, ഇന്നലെ നാളെ ജോലി അവർ തിരിച്ചറിയുന്നില്ല. ഐ എം ട്രൂത്ത്ഫുൾ, ഐ എം ബീങ് ലീഗൽ ഓൺ ദ റോഡ്, ഐ എം ഡ്രൈവിംഗ് സേഫ്ലി ആൻഡ് ഐ കനോട്ട് ബി ലൈങ് ടു മൈ കമ്പനി എന്ന് കൂടെ പറഞ്ഞിട്ടോ. നോ യു ഡോണ്ട് ഹാവ് ടു ടെൽ ദ കമ്പനി. ഞാൻ പറഞ്ഞു ഐ വിൽ ടെൽ മൈ കമ്പനി ബിക്കോസ് ഐ ട്രൂത്ത്. അവസാനം പുള്ളി ഇതുപോലെ കുറേ ഇതുപോലെ എനിക്ക് സംഭവം മൊത്തത്തിൽ പുള്ളിയൊക്കെ ഒന്ന് അസസ് ചെയ്തു. അപ്പം പുള്ളി എന്നോട് നമ്മുടെ ലൈസൻസ് ചോദിച്ചു, അതാണല്ലോ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്കും ഇങ്ങനെ പ്രഷർ കയറി നിൽക്കുക, കാരണം ഈ പുള്ളി ഇതിനിപ്പോൾ എന്നെ പിടിച്ച കൈയും കാലം കെട്ടി കൊണ്ടുപോവാം, ഇത്ര ആർഗ്യൂ ചെയ്യുമല്ലേ. എന്നിട്ട് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാനിക്കും ചെറുതായിട്ട് കൈയും കാലും ഒക്കെ ഇറക്കുന്നില്ല. അപ്പോൾ പുള്ളി അപ്പോൾ പുള്ളി പറയുന്നുണ്ട് യു ഹാവ് എ നൈസ് ടാറ്റു. ഞാൻ പറഞ്ഞു അതൊക്കെ താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാരണം നമ്മളെന്ന് ചില്ലാക്കാൻ നോക്കുമെന്നറിയാം, എന്നോട് പറയുന്നുണ്ട് നീ ഒരു ഇച്ചിരി നെർവസ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞു നെർവസ് ആവും, കാരണം സാറിപ്പോൾ ഈ ഒരൊറ്റ സാധനം എനിക്കിപ്പോൾ തന്നു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ 6 മാസത്തെ പേയ്മെൻറ്റ് തൊട്ട് ചെയ്യില്ല, അപ്പോൾ പിന്നെ ഞാൻ നെർവസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ലൈസൻസ് ചോദിച്ചപ്പോൾ എനിക്ക് കൈയും കാലും പറിച്ചിട്ടാന്ന് തോന്നുന്നു. ഞാൻ എടുത്തു കൊടുത്തപ്പോൾ മാറിപ്പോയി, നമ്മുടെ ഹെൽത്ത് കാർഡ് എടുത്തു കൊടുത്തു. എന്നിട്ടും കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പച്ച കളറിൽ അവൻ്റെ ഇരിക്കണപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കൊടുത്തത് മാറിപ്പോയി. പക്ഷെ പുള്ളി ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഞാൻ പറയുന്നത് സാറേ സോറി, ഞാൻ തന്നേക്കണത് ഹെൽത്ത് കാർഡാണ്, ഞാൻ എൻ്റെ ലൈസൻസ് ഉണ്ട്, ഞാൻ അത് തരാമെന്ന് പറഞ്ഞ് ഞാൻ ലൈസൻസ് മാറ്റുക. അപ്പം പുള്ളിക്കൊന്ന് മനസ്സിലായി, അപ്പം ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ലീഗലാണ്, മനസ്സിലായോ. പാനിക്കിൻ്റെ പുറത്തിട്ടാണെങ്കിലും നമ്മൾ സാധനം മാറി ഹെൽത്ത് കാർഡ് കൊടുത്തല്ലോ, അത് എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഓക്കെ ഈസ് എ ലീഗൽ ഇമിഗ്രൻറ്റ് മനസ്സിലായതുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞു കൂടെ ഡ്രൈവ് ചെയ്യുന്ന എത്ര നാളായി? ഞാൻ പറഞ്ഞു 6 വർഷമായി ഞാൻ ഡ്രൈവ് ചെയ്യുക, എനിക്ക് 4 വീൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു വയലേഷനും ഇല്ല, ക്ലീൻ ഡ്രൈവിംഗ് ചെക്ക് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ചെക്ക് ചെയ്തില്ല പുള്ളി. ഞാൻ നോക്കി എന്നിട്ട് ചോദിച്ചു അകത്തുള്ള ആൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്? അപ്പോൾ അയാളും 5 കൊല്ലത്തെ എക്സ്പീരിയൻസോളം ഉണ്ട്. ഉറങ്ങുക. ഓക്കെ ഐ എം ഹിയർ ടു ക്യാച്ച് ക്രിമിനൽസ്, നോട്ട് പീപ്പിൾ ലൈക്ക് യു. യു സീം ടു ബി എ ജെന്യുയിൻ പേഴ്സൺ, സോ ദിസ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി, ജസ്റ്റ് കീപ് ഇറ്റ് ക്വയറ്റ്, ഐ എം ലീവിങ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പൊന്നു സാറേ താങ്ക് യു. എനിക്ക് ഇത്രയും പറയേണ്ട വന്ന എൻ്റെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമായതുകൊണ്ട് എനിക്ക് പറയാതെ ഒരു രക്ഷയില്ല സാറേ. അമീക നമ്മളിൻ്റെ നോക്കുമ്പോഴത്തേക്കൊക്കെ അറിയാലോടാ, കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ പറയുമോ സാറേ ഞാൻ എന്നേലും പറയുവാണ്, ഞാൻ സാറിനോട് വഴക്കുണ്ടാക്കുമെന്ന് വിചാരിക്കില്ല, എൻ്റെ സാഹചര്യം അതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആർഗ്യ ചെയ്യേണ്ട വരുന്നതെന്ന്. എന്തായാലും അതൊരു എപ്പോ തള്ളിക്കൂട്ടി എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാന്നുള്ളൂ, അതത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിൽ വരുവാണോ, കാരണം ഇവര് ചുമ്മാ റാൻഡം പിള്ളേർന്ന് പറഞ്ഞ് വാണിംഗ് തന്നു വിട്ടാ നമ്മൾ 6 മാസം സഫറായില്ലേ നമുക്ക്. പക്ഷേ ഈ അതോറിറ്റി ഉള്ളവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്തിട്ട് വലിയ ഇതൊക്കെ ചെയ്യുമ്പോ വീഡിയോ ഓൺ ചെയ്ത് വെക്കാറുണ്ട്. ഇനി പുള്ളി ആരും അറിയണ്ടോ നിന്നെ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. അങ്ങനല്ല, നമ്മളിപ്പോ ഈ ലൈവ് ഇതുപോലത്തെ 360 വീഡിയോ വെച്ചാൽ നമുക്കത് പ്രൂഫ് അല്ലേ? അതൊക്കെ പ്രൂഫ് ആണ്. അങ്ങനെ പല പ്രാവശ്യം ചെയ്യണമെന്നുണ്ടോ, അതിന് പ്രസൻസ് ഓഫ് മൈൻഡ് ആണല്ലോ. അല്ല അതിപ്പോ ഓൺ ആണെങ്കിൽ അങ്ങനെ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. സോ അത് നമുക്കൊരു കണ്ടന്റും ആകും, നമ്മുടെ ആൾക്കാർക്ക് കാണാം എങ്ങനെയായി പോലീസുകാരെ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയുള്ള സംഭവം ഞാൻ പല പ്രാവശ്യം ആലോചിക്കും, പക്ഷെ ആ കറക്റ്റ് സാഹചര്യം വരുമ്പോഴത്തേക്കും കൈ വരയ്ക്കുന്നല്ല, നമുക്ക് പോലീസിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ഇത് വരുമ്പോ അങ്ങനെ നമ്മൾ നായഗ്രൗണ്ട് ലേക്കിലെ ആ തുലിപ് ഫാമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല കിഡിലും വിഷ്വൽസൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക്. നമുക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഡ്രൈവിങ്ങിലല്ലായിരുന്നു. അപ്പോൾ നീന ചെറിയ മയക്കത്തിലുമായിരുന്നു. അപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് കിടിലം കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. കിടിലം കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി വൈനറീസും ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഐസ് വൈൻ എന്നൊക്കെ ഉള്ള സാധനം, അതെല്ലാം ഈ നയാഗ്ര ലേക്കിലും ഇത് ബേസിക്കലി നയാഗ്ര റീജിയനാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വൈനറീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പ്രീതിനും പ്രജിത്തിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ലേഡീസ് ചെറിയ മേക്കപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് ഇറങ്ങുന്നതിന് മുമ്പ്. ബ്രോ ടച്ചപ്പൊക്കെ കഴിയണം. മമ്മി ഇറങ്ങുന്ന നമ്മുടെ ജിത്തു ബ്രോയും അപ്പൂസും. അപ്പു can you say hi to my channel?
ഇതാണ് നമ്മുടെ അപ്പൂസ്. എന്നെ വീഡിയോ ഗെയിം എല്ലാം പഠിപ്പിക്കുന്ന അപ്പു കേട്ടോ. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഗെയിം? സ്പൈഡർമാൻ. നമ്മളന്ന് കളിച്ച സാധനം എന്നായിരുന്നു മറ്റേ ചാടിച്ച ആ സാധനമാണ് ഞങ്ങളന്ന് കളിച്ചത്. അപ്പോൾ അതോടുകൂടി മനസ്സിലായി ഇത് നമ്മുടെ ഏരിയ അല്ല, നമ്മുടെ ഔട്ട്ഡോറാ. നമ്മുടെ ജിത്തുവിൻ്റെ സണ്ണാണ് അപ്പു. ജിത്തുവിനെ പരിചയം കാണുമല്ലോ. ഞങ്ങൾ നമ്മുടെ ബൈക്ക് റൈഡിന് പോകുമ്പോഴത്തേക്ക് സ്ഥിരം ഞാനും ജിത്തുവിൻ്റെ കൂടെയാണ് പോവാറ്. അപ്പോൾ നമ്മുടെ ഫുൾ ഗ്യാങ് എത്തി നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ടോ, നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും 1 അവറിൻ്റെ പല സ്ലോട്ടുകളിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും എല്ലാം പല പ്രൈസിങ് റേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചേക്കാം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത്. അപ്പം ഈ ഒരു തൂലിപ് ഫാം കാണാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവേ. അപ്പോൾ ഓരോ ടൈം സ്ലോട്ടിലും വരുന്നവർക്ക് ഓരോരോ സെക്ഷനായിട്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സമയത്ത് വരുന്നവരെല്ലാം ഈ ഒരു വലിയ ലൈനിലാണ് അപ്പുറം ഇപ്പുറമായിട്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈം സ്ലോട്ട് എം ടി ആയി അവരങ്ങനെ സൈക്കിള് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ജനക്കൂട്ടമുണ്ട് കേട്ടോ. ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ നമ്മുടെ രാവിലത്തെ 2ാമത്തെ സ്ലോട്ടല്ലേ ബ്രോ? രാവിലത്തെ 2ാമത്തെ സ്ലോട്ടിന് ഇത്രയും തിരക്കാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഓൾറെഡി ടിക്കറ്റ് എടുത്താലും രാവിലത്തെ 2ാമത്തെ സ്ലോട്ടിന് ഇതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് നമ്മൾ കയറുവാണ്. എന്തായാലും നമ്മൾ ഫാമിലേക്ക് കയറിയിരിക്കുകയാണ്. ആരാ ഫോട്ടോ എടുക്കണേ? ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക. നിന്നോ വ്ളോഗിലേക്ക് എടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ അകത്ത് കയറി. ഇവിടുത്തെ സംഭവം വേറൊന്നുമല്ല, ഇത് നമ്മുടെ പുറകിൽ കാണുന്ന പോലെ ഇഷ്ടംപോലെ പാച്ചസ് ഉണ്ട് തൂലിപ്പിൻ്റെ. പല കളറിലും വെറൈറ്റിയിലും പെട്ട ഓരോ ഗ്രൂപ്പ് ഓഫ് ഇങ്ങനെ തൂലിപ്പ് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്ഥലം. അവിടെ എല്ലാം ഹായ് ജെയിൻ. അപ്പം അവിടെ എല്ലാം വന്ന് ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള പാച്ചസിൻ്റെ എല്ലായിടത്ത് വന്ന് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഫോട്ടോയൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡ്രോൺ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അടിപൊളി ഡ്രോൺ ഫുട്ടേജസ് കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. വേണ്ട, നമ്മുടെ ഗ്യാങ് എല്ലാം ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കളറിലും പെട്ട ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഫോട്ടോഗ്രാഫർ പ്രീതി, മോഡൽ നീന. നമ്മുടെ പ്രീതി ഭയങ്കര ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മുടെ പല ഷോർട്സുകളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നോക്കൂല്ലേ? ഇവിടെ വരാവോ? നമ്മുടെ എല്ലാവരുടെയൊക്കെ ജാക്കറ്റൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ജിത്തുബായ് ഉള്ളത്. എല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങൾ വന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പൂക്കൾ, കുറച്ച് ഫോട്ടോ നമ്മളത് എടുത്ത് നമ്മളിഞ്ഞ് ടയർഡായി. ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആവശ്യത്തിന് മെമ്മറി ഫില്ല് ചെയ്യുന്നോടം വരെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, സാധനങ്ങളൊക്കെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ആ കടമ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ പരിപാടി കേട്ടോ. ഒരു കൂട്ടം ജനങ്ങൾ, ഏകദേശം $30 ടിക്കറ്റിൻ്റെ വില. അങ്ങനെ എടുത്തു വന്നിങ്ങനെ പല കളറിലുള്ള തൂലിപ്പുകൾ ഓരോരോ സെക്ഷനായിട്ട് വെച്ചേക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ മേജർ പരിപാടി. ഓ എന്താണ് ബ്രോ ഒറ്റയ്ക്കൊരു ഫോട്ടോഗ്രാഫിയൊക്കെ. ഒരു ടിക്കറ്റിന് 10 തൂലിപ്പ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഈ നമ്മളിവിടെ ഈ ഒരു പറിക്കേണ്ട ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഓരോ ചട്ടി വെച്ച് കിട്ടും. അപ്പോൾ ആ ചട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആളൊന്നിന് 10 എണ്ണം വെച്ച് പറിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ചെയ്യാം, ഒരു സോവനീർ പോലെ.
ഓ മോനെ നോക്ക്, കിടിലം വിഷ്വൽ കേട്ടോ, കിടിലം വിഷ്വൽ. അപ്പം സംഭവം വേറെ ഒന്നുമല്ല, അതെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തൂലിപ്പിൻ്റെ എല്ലാ വെറൈറ്റിയിലും പെട്ട കുറേ ഐറ്റംസ്, ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഏകദേശം 3 മില്യണോളം തൂലിപ്പാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഏകദേശം 40 ഏക്കറിലാണ് ഈ പറയുന്ന ഫാം മുഴുവൻ. ആൾക്കാർക്ക് എല്ലാ വെറൈറ്റിയിലും പെട്ട തൂലിപ്പുകൾ ഇങ്ങനെ പോയി കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് റീൽസൊക്കെ ഉണ്ടാക്കേണ്ടവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്സും എടുത്ത് മനസ്സ് നിറയാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മമ്മിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള തൂലിപ്പ് പറിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ കൂടെ ചട്ടിയൊക്കെ പിടിച്ച് പൂവൊക്കെ പറിച്ച് കളക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് മമ്മി? മനസ്സ് നിറഞ്ഞല്ലേ? ലേഡീസ് സെക്ഷൻ അവിടെ പൂ പറിച്ച് കൊതിയും മതിയും മാറുന്നില്ല കേട്ടോ. നമുക്കൊന്ന് അവിടെ പോയി ചോദിക്കാം. എനിക്ക് പയ്യെ ബോറടിച്ച് തുടങ്ങി. ഗൈസ്, Bro, you came at the right time. We were looking for photos and videos. Yeah. I saw that bro. അത് കണ്ടോണ്ടല്ലേ ഞാൻ വന്നത്. Bro, thank you. Look at this. എങ്ങനെയുണ്ട് ബ്രോ? Yay! So beautiful. എങ്ങനെയുണ്ട് ബ്രോ? Super ആണ് bro. എല്ലാം കിട്ടില്ല അല്ലേ? കൈ നിറയെ കിട്ടിയോ? ഇനി ആക്കുന്നേ ഉള്ളൂ. So beautiful. Okay. അപ്പോൾ എനിക്കെന്തായാലും ബോറടിച്ച് തുടങ്ങി കേട്ടോ. കാരണം ഇവിടുത്തെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മൾ സാധാരണഗതി ഫേസ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്നാ അതായത് ആൾക്കൂട്ടം, തിരക്ക്. ഏത് ഫ്രെയിം വെച്ചാലും അതിൻ്റെ അകത്തെല്ലാം നിറയെ ആൾക്കാരായിരിക്കും, നല്ല തിരക്ക്. അപ്പോൾ ഈ പൂക്കളിൻ്റെ ഇടയിൽ നല്ല രീതിയിലൊന്ന് ഫ്രെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഒപ്പിച്ചു, ഇനി പയ്യെ പോകാമെന്നുള്ളേ ഉള്ളൂ. ശരിക്കും നമ്മുടെ ഒൻറ്റാറിയോയിൽ തൂലിപ്പ് കാണാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും വലുതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. പക്ഷേ അത് നമുക്ക് ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ ഏകദേശം 5-5.5 മണിക്കൂറോളം ട്രാവലുണ്ട്. തന്നെയല്ല, ക്യൂബക്കിൻ്റെയൊക്കെ അടുത്താണ് ഈ ഓട്ടവ എന്ന് പറയുന്ന സ്ഥലം. കാനഡയുടെ ക്യാപിറ്റലാണ് ഓട്ടവ. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നയാഗ്ര ഓൺ ദ ലേക്കിലാണ്. നയാഗ്ര ഓൺ ദ ലേക്കിലാണ് ഓട്ടോ കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും അടിപൊളി സ്ഥലം. അപ്പം അതും നയാഗ്ര ഓൺ ദ ലേക്കിൽ തന്നെ ഇതുപോലത്തെ 2-3 ഫാമുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലതെന്ന് നമ്മൾ നോക്കി ചൂസ് ചെയ്ത ഏറ്റവും വലിയൊരു ഫാമാണ് ഇത്. എന്തായാലും കൊള്ളാം, നല്ലൊരു അടിപൊളി ട്രിപ്പാട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും എല്ലാം പല രീതിയിലുള്ള റേറ്റുകളാണ്. അതും ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് റിഡക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇവിടെ വന്നിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലോട്ടുകൾ ഫില്ലായി പോവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വരുന്നവരെപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ടിക്കറ്റിലും 10 ഫ്ലവേഴ്സ് വെച്ച് നമുക്ക് പിക്ക് ചെയ്യാം. ബ്രോ ബോറടിച്ചോ ബ്രോ? മടുത്തു ബ്രോ, മടുത്തു. കുറച്ച് പേർത്തേക്കൊക്കെ ഓക്കെ, പിന്നെ നമ്മൾ ബോറടിക്കും അല്ലേ? പൂക്കളാണേലും എത്ര നേരം കണ്ടോണ്ടിരിക്കണേ അല്ലേ? പൂക്കൾ പറിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ തട്ടുകടകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? ഓർഡർ ചെയ്യാൻ പോകും. ഒരു പിസ്താഷ്യോ, ഒരു ഹേസൽ അമോർ, 2 ബനാന റമ. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനുമ്പ് ബ്ലൂ മൗണ്ടനിൽ പോയപ്പോഴും നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ, നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ പോയാൽ ദോശയും പൊറോട്ടയും മേടിച്ച് കഴിക്കുന്ന പോലെ നമ്മുടെ കാനഡയിൽ നമ്മൾ എവിടെ ചെന്നാലും കിട്ടുന്ന ഒരു ഐറ്റമാണ് ബീവർ ടൈൽ. നമ്മുടെ പൂരിക്കകത്ത് ഏതെങ്കിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള സോസ് വെച്ച പോലത്തെ ഒരു ഫീലിംഗ്. അതല്ല സാധനം, വേറെ ഡോ ആണ്, പക്ഷേ നല്ല സിമിലർ സാധനം. അപ്പം നമ്മൾ ഇവിടെയും അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. This is my best friend Preeti. And I'm her daughter. And she's my best friend too. അപ്പം തൂലിപ്പിൻ്റെ കസർത്തുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നയാഗ്ര ഓൺ ദ ലേക്ക് എന്ന വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണാം. പൂക്കളൊക്കെ ആയിട്ട് നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു വില്ലേജ് ആണ് അവിടെ എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടില്ല. നമുക്കൊന്ന് പോയി അതൊക്കെ കൂടെ ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നയാഗ്ര ഓൺ ദ ലേക്കിലേക്കുള്ള യാത്രക്കിടയിൽ 2 കാറുകൾ തമ്മിൽ കാർ ഗെയിം കളിക്കുന്ന തിരക്കിലാണ്. വേറൊന്നുമില്ല, നമ്മുടെ അന്താക്ഷരി കളിക്കുന്ന പോലെ ഇംഗ്ലീഷിലെ ആൽഫബറ്റ് വെച്ച് ഓരോ വേർഡ്സ് പറയുന്ന പരിപാടി. Advertisement. Upholstery. Appulsive. വേണ്ട, ഈ നടുക്ക് നിൽക്കുന്ന മരങ്ങളെല്ലാം ആണ് ചെറി ബ്ലോസം എന്നറിയപ്പെടുന്ന ടൈപ്പേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതാണ് ചെറി ബ്ലോസം. ഇതൊന്നും ചെറി ബ്ലോസം അല്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിഡിലം വില്ലേജും റോഡ് സൈഡുകളും. എന്ത് രസമാണ് നോക്കി. ചെറി ബ്ലോസം അടിപൊളി, എന്നെ രസമല്ലേ, കൊലകുത്തി കിടക്കുക. മമ്മി കാണുന്നുണ്ടോ? മമ്മി ചെറി ബ്ലോസം കണ്ടോ? നമ്മുടെ നീനൂസ് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് നേരത്തേക്ക് 6 പേർക്ക് $90 ആണ് അതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് കേട്ടോ. വേറെ ഇതായിരിക്കും നമ്മൾ കയറാൻ പോകുന്ന കുതിരവണ്ടി. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ടിക്കറ്റ് എല്ലാം എടുക്കേണ്ടത്. നമ്മൾ ഓരോ കുതിരവണ്ടി കയറുന്നത്. നമ്മുടെ നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡ് പോലെ ഒരു ചെറിയ കുതിരവണ്ടി സ്റ്റാൻഡ്. എന്ത് വെറൈറ്റി കോൺസെപ്റ്റാന്ന് നോക്കിക്കേ. അത് കൂടാതെ ഈ കുതിരയുടെയും കുതിരവണ്ടിയുടെയും വൃത്തിയൊന്നും നോക്കിക്കേ. ആർക്കാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറാൻ തോന്നും അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഊട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത കുതിരയും നമുക്കങ്ങ് കയറാനോ പറ്റിയാനോ തോന്നിയാൽ ഇത് ആർക്കാണേലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണേലും ഒന്ന് കയറാനുള്ള ഒരു ആഗ്രഹം തോന്നും. Okay. Now across the water there's all Youngstown, New York. That's the port of Niagara. Going people. As soon as my feet stop touching, that boat better be. And all in that one, this promenade and all the with the lines then. Have a full. Oh. Stop, yep, and then kiss, nose, എന്തായാലും ഈ ഒരു കുതിരവണ്ടി പരിപാടി ഉണ്ടല്ലോ, നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഫുൾ ടൗണിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ പിങ്കിമാൻ പറഞ്ഞ പോലെ 15 മിനിറ്റ് നേരത്തേക്ക് രാജാവാന്ന് തോന്നിപ്പോയി. അല്ലടാ പിങ്ക? We were royalty for 15 minutes. ആണ് പിങ്കിമാൻ പറഞ്ഞ 15 മിനിറ്റ് നേരത്തേക്ക് റോയൽറ്റി സെറ്റപ്പ് എന്ന്. കറക്റ്റ് കാര്യമായിരുന്നു കേട്ടോ. യൂറോപ്യൻ രാജാക്കന്മാരെ പോലെ അല്ലേ. അപ്പം നിങ്ങൾ എന്തെങ്കിലും നയാഗ്ര ഓൺ ദ ലേക്ക് വരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലേലും എനിക്ക് തൂലിപ്പ് കണ്ടതിനേക്കാളും ഇഷ്ടം ഈ ഒരു സാധനം കയറിയതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിള്ളേര് ചാച്ച കിടന്നു. എന്തായാലും ഇത് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ കുതിരേനെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. നോക്കിക്കേ, വെരി ഫ്രണ്ട്ലി. ആ പ്രൗഡി അല്ലേ. മുടി കണ്ടോ? ബാങ്ക്സ് പിന്നിട്ടേക്കുന്നുണ്ടോ? ഓ അതെ അതെ, എൻ്റെ മുടി പിന്നിട്ടേക്കുന്നുണ്ടോ? അതിൻ്റെ കണ്ണിലേക്ക് വീഴും. അപ്പം എന്തായാലും അതാണ് നമ്മുടെ കുതിരവണ്ടി എക്സ്പീരിയൻസ്. നല്ല കിടിലൻ എക്സ്പീരിയൻസ് കേട്ടോ. ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ്. പക്ഷേ ആദ്യമായിട്ടാണോ കുതിരവണ്ടി കയറുന്നത്? അതെ അല്ലേ. എന്നാലും എന്നാ അടിപൊളി പ്രൗഡിയുള്ള ആ ഒരു വണ്ടിയും റോഡും സ്ട്രീറ്റും എല്ലാം പറഞ്ഞത് 15 മിനിറ്റ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നയാഗ്ര ഓൺ ദ ലേക്കിലെ വിശേഷങ്ങളെല്ലാം കണ്ടില്ലേ. ശരിക്കും നമ്മളിവിടെ ഇറങ്ങി നടക്കാനുള്ള ഒരു സമയം സ്പേസും നമുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാരണം എല്ലാവരും ആ തൂലിപ്പിൻ്റെ അവിടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഫാമിലി എല്ലാവരും ടയേർഡാണ്. അപ്പം നമുക്ക് കാറിലിരുന്ന് തന്നെ നമ്മൾ ഈ എടുത്ത വിശേഷങ്ങളാണ് നയാഗ്ര ഓൺ ദ ലേക്കിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത്.
ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫുഡും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ 2 ഫാമിലിയും കൂടെ പിരിയുന്നത്. അപ്പോൾ ആ ഫുഡ് നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് നേരെ അവിടെ പോയി കുറച്ച് ഫുഡിൻ്റെ വിശേഷങ്ങളും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പരിസമാപ്തി എന്നുള്ള രീതിയിൽ അവസാനത്തെ കർമ്മം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോയ്സ് വേണ്ട ഈ കാണുന്ന പോലെ മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. നമുക്ക് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ടെങ്കിലും പൊതുവേ ഇപ്പം സോഫാർ നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഈ മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. എന്നാ ബ്രോ കഴിക്കുന്നത്? ഞാൻ അലക്കാട്ടെ ബ്രോ അലക്കാട്ടെ, ഞാനും അലക്കാട്ടെ. മിസ്റ്റർ ജോൺസ് കേരള റെസ്റ്റോറൻറ്റ്. നമ്മുടെ തുടക്കം വേണ്ട സാലഡ് കൊണ്ടും അതോടൊപ്പം തന്നെ ഇച്ചിരി അപ്പവും ഫിഷ് കറിയും കൊണ്ടും ഒക്കെ തുടങ്ങിയേക്കുവാ. ഇതാണ് കല്യാണ ബിരിയാണി. ജിത്തു കല്യാണ ബിരിയാണി ഓർഡർ ചെയ്തത്. ഇതേതാ കല്യാണ ബിരിയാണി? മട്ടൺ കല്യാണ ബിരിയാണി അല്ലേ? കല്യാണ ബിരിയാണി കിടിലനാണ്. അതോടൊപ്പം തന്നെ ഇതേണ്ട നമ്മൾ നമ്മുടെ ബുഫേം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം എടുത്തേക്കുന്ന അപ്പം, പിന്നെ ഏതാണ്ട് ഒരു മീൻകറി, അതോടൊപ്പം തന്നെ പ്രോൺസിൻ്റെ ഏതാണ്ട് ഒരു സാധനം. എല്ലാത്തിനും ഒടുക്കത്തെ രുചിയാണ്. ഒന്നും നോക്കില്ല, രാവിലെ മുതൽ നമ്മൾ വിശന്ന് നിൽക്കുമല്ലേ, ഉണ്ട് കഴിപ്പം തുടങ്ങി. അപ്പോൾ എന്തായാലും മിസ്റ്റർ ജോൺസിൽ നിന്ന് ഫുഡും കഴിച്ചിറങ്ങി, മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. 100% കേട്ടോ, നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ഇപ്പോൾ ബ്രാംപ്ടൺ ഏരിയയിൽ വരുന്നവരല്ല, ഇവരുടെ മറ്റുള്ള സ്ഥലങ്ങളിലെ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബ്രാംപ്ടണിലെ ഈ റെസ്റ്റോറൻറ്റിൽ എൻ്റെ 2ാമത്തെ 3ാമത്തെ 2 വരവാണ്. ഒന്നും പറയണ്ട, ഗ്യാരണ്ടി. ഈ 2 പ്രാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ പയ്യെ കംപ്ലീറ്റ് ആവുകയാണ്. സമയം വൈകുന്നേരം 8 മണിയോളമായി. നമുക്ക് ഇനി പോയിട്ട് നാളെ രാവിലെ ട്രിപ്പ് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇതുവരെ കാണാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി, എല്ലാവർക്കും ബൈ.